ഹലോ എവ്രി വൺ. ഈസ്റ്ററിൻ്റെ തലേ ദിവസം ഞാൻ എന്താ ചെയ്യണമെന്നാണ് കാണിക്കണേ. ഇപ്പോൾ പച്ചരി ഇതാ കുതിരാനിട്ടിട്ടുണ്ട്. ചക്കപ്പഴം കിട്ടിയിരുന്നു, അത് ഇതാ വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മാവ് അരക്കിയാണ്. അപ്പത്തിനും അരക്കിയാണ്, വട്ടയപ്പത്തിനും അരക്കിയാണ്. അപ്പോൾ അപ്പത്തിന് ഞാൻ കപ്പി കാച്ചിയാണ്. അതിനിപ്പോൾ 2 സ്പൂൺ നമ്മുടെ മാവെടുത്ത് കപ്പി കാച്ചി നമ്മുടെ ഈ അപ്പം മാവിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചോറ് വേണമെങ്കിലും അരയ്ക്കാം, പക്ഷെ ഞാൻ ഇത്തവണ വിചാരിച്ചു അപ്പത്തിന് കപ്പി കാച്ചിയിട്ട് ചേർക്കാമെന്ന്, പിന്നെ വട്ടയപ്പത്തിന് ചോറും ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ 3 ഗ്ലാസ് അരിയാണ് അപ്പത്തിനെടുത്തത്, 2 ഗ്ലാസ് അരി വട്ടയപ്പത്തിനും. ഇപ്പോൾ ഇതാ കപ്പി കാച്ചിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ദാ നമ്മുടെ ചക്കപ്പഴം വേവിക്കാനും വേവിച്ചത് ഇപ്പോൾ കുറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, നമ്മുടെ ചക്ക വരട്ടി ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഇതാ കപ്പി കാച്ചി അത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ആറാനായിട്ട് വയ്ക്കാം. ഇവിടെ ഇടയ്ക്ക് ഇതാ നമ്മുടെ ചക്കപ്പഴം ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഇത് വരട്ടാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ആ പണിയും സൈഡ് ബൈ സൈഡ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ അപ്പത്തിൻ്റെ കൂടെ അരപ്പിൻ്റെ കൂടെ ഞാൻ മറ്റേ ഈസ്റ്റ്, ഒരു 3 ടീസ്പൂൺ പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ നാളികേരം ഒരു 3 പിടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കപ്പി കാച്ചിയതും ഉണ്ടല്ലോ, അതിപ്പോൾ ചൂടറിയിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പും ആഡ് ചെയ്തു. ഇപ്പോൾ ഇതാ കപ്പി കാച്ചിയത് ആഡ് ചെയ്യാൻ പോവാണ്. ഒന്ന് അരച്ചെടുത്ത ശേഷമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോഴത്തേനും നമ്മുടെ കപ്പി കാച്ചിയത് കൂളായിട്ടുമുണ്ട്. നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ മറ്റേ വട്ടയപ്പത്തിനാണ് അരയ്ക്കാൻ പോകുന്നത്. ശർക്കര പാവ് കാച്ചിയിട്ടുണ്ട്. ഇതിപ്പോൾ ചക്കപ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പാകത്തിനുള്ള മധുരം ആഡ് ചെയ്യാണ്. ഞാനൊരു 4 വെല്ലമാണ് എടുത്തത്. അതെന്താ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വട്ടയപ്പത്തിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചോറ് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാളികേരം ഒരു പകുതി നാളികേരം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 6 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ജീരകം, 3 ഏലക്ക, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഈസ്റ്റും ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ വട്ടയപ്പത്തിൻ്റെ മാവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റർ ഡേയിനുള്ള സ്പെഷ്യൽ പ്രിപ്പറേഷനാണ്. അപ്പോൾ അപ്പത്തിൻ്റെ മാവും റെഡി, വട്ടയപ്പത്തിനും റെഡി. ഇവിടെ ചക്ക ഇങ്ങനെ വരട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിർത്തിയിട്ട് ബാക്കി നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നമ്മുടെ വട്ടയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും മാവ്. അപ്പോൾ അത് സൈഡിൽ നിന്നൊക്കെ ഞാൻ മാറ്റി അങ്ങനെ എടുക്കുക ചെയ്തത്. നന്നായി പൊങ്ങി വന്നു. ഇപ്പോൾ ഒരു പാത്രം ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വട്ടയപ്പത്തിന് നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കിസ്മിസും ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ സ്റ്റീം ചെയ്യാൻ പോവാണ്. ഒരു 15 to 20 മിനിറ്റ്സ് സ്റ്റീം ആവും. ഇവിടെ ചക്ക വരട്ടിയും രാവിലെ തന്നെ ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വന്നു. ഇനി അത് ആറിയ ശേഷം മാറ്റി വയ്ക്കും. ഇവിടെ നമ്മുടെ വട്ടയപ്പവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കൂളായ ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്യാം. ഇനിയിപ്പോൾ അപ്പത്തിൻ്റെ മാവ് കണ്ടില്ലേ നന്നായി പൊങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പത്തിന് അപ്പച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അപ്പവും റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കുറേ കുഴിയുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. വട്ടയപ്പവും പാത്രത്തിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ട്. അങ്ങനെ ഈസ്റ്റർ സ്പെഷ്യൽ വട്ടയപ്പം റെഡി. പിന്നെ അപ്പവും അതിൻ്റെ കൂടെ കുറുമയും പിന്നെ ചട്നിയുമാണ് ഞാൻ അരച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ഉച്ചലത്തേക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ചിക്കൻ കഴുകി അതിലേക്ക് മഞ്ഞളും മുളക് പൊടി ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അരയ്ക്കാനായിട്ട് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പിന്നെ പുതിന ഇല, പെരിഞ്ജീരകം, ഒരു പട്ട, ഒരു ഗ്രാമ്പു ഒക്കെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് നമ്മുടെ ജീരകശാല റൈസാണ്. അത് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കൂടെ നമ്മുടെ ഹോൾ സ്പൈസസൊക്കെ ആഡ് ചെയ്തു, ഉപ്പും ആഡ് ചെയ്തു, പിന്നെ നാരങ്ങാനീരും ആഡ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ബട്ടറും എണ്ണയും ആഡ് ചെയ്ത ശേഷം ഹോൾ സ്പൈസസ് ഇട്ടു. പിന്നെ ഒരു 3 സവാള കട്ട് ചെയ്തത്
സ്ലൈസ് ചെയ്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് അരച്ച നമ്മുടെ പേസ്റ്റ്, നമ്മുടെ മിൻറ്റ് ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഹോൾ സ്പൈസസ് അതെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ നമ്മുടെ കൊറിയാൻഡർ പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു 4 ടൊമാറ്റോ, ഇത് വലിയ ടൊമാറ്റോ ആണ്, ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് നമുക്ക് വീണ്ടും വഴറ്റിയെടുക്കാം. നമ്മുടെ ടൊമാറ്റോയ്ക്ക് ഒന്ന് സോഫ്റ്റ് ആവട്ടെ. ഇപ്പോൾ ഇളക്കി ശേഷം നമ്മുടെ ചിക്കൻ, മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ചിക്കൻ ഈ മസാലയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ അതും ചെയ്തു. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉപ്പും പാകത്തിന് ആഡ് ചെയ്ത ശേഷം നമ്മുടെ മിക്സി പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കഴുകിയെടുത്ത ആ വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ ചിക്കൻ അടച്ചങ്ങട് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഇങ്ങനെ ഇളക്കിയും കൊടുത്തു. ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ലെയറിങ് ആണ്. ലെയറിങ് ഒക്കെ ചെയ്ത് മുകളിൽ മല്ലിയിലയും ബട്ടറും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓരോ ലെയറിലും മല്ലിയിലയും ബട്ടറും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു പ്ലേറ്റിൻ്റെ മുകളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ദമ്മിന് വെച്ചിരിക്കുകയാണ്. ഒരു 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ നമ്മുടെ ചിക്കൻ ബിരിയാണിയും സാലഡും പിന്നെ നമുക്ക് ഡെസേർട്ടിന് മൈസൂർ പാക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഈസ്റ്റർ ആഘോഷിച്ചത്.